ഇന്ന് ഉമ്മച്ചിയെയും കൊണ്ട് ജനറൽ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകുന്നതാണ്. ഉമ്മച്ചിക്ക് കുറച്ചധികം ദിവസം കൊണ്ട് നല്ല തലവേദനയും ഷോൾഡർ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എത്ര വിളിച്ചാലും ഹോസ്പിറ്റലിൽ പോകാനൊന്നും വരത്തില്ല. സ്വന്തമായിട്ട് കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ പെയിൻ കില്ലർ കഴിച്ചങ്ങ് നടക്കും. ഇന്ന് എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു എനിക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോകണം, നല്ല പെയിനുണ്ട്, കൂടെ വരുമോ എന്ന്. ഞാൻ പറഞ്ഞു ആ വരാമല്ലോ, അതിനെന്താ. അങ്ങനെ ഞാനും ഉമ്മച്ചിയായിട്ട് ഓട്ടോയ്ക്കാണ് പോകുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ ഇഞ്ചക്കലിലെ ഹൈവേ റോഡാണ്. കുറേ നാൾ കൊണ്ട് പണി തുടങ്ങിയതാണ്. പണി കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് നടക്കുന്നുമില്ല, ഒരു സ്ഥലത്തും എത്തുന്നുമില്ല. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. അങ്ങനെ ജനറൽ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്ത് കുറേ നൊസ്റ്റമുള്ള ഹോസ്പിറ്റലാണ്. എനിക്ക് അപ്പൻഡിസൈറ്റിൻ്റെ സർജറിയും കാര്യങ്ങളൊക്കെ ഈ ഹോസ്പിറ്റലിൽ വെച്ചാണ് കഴിഞ്ഞത്. അങ്ങനെ ഞങ്ങളൊരു 11-12 മണിക്കകത്താണ് പോയത്. അപ്പം അതുകൊണ്ടായിരിക്കും OP എടുക്കാനും ഡോക്ടറിൻ്റെ അടുത്തൊന്നും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഡോക്ടറിനെ കാണിച്ചപ്പം എക്സ്റേക്ക് എഴുതി തന്നു. എക്സ്റേ എടുക്കുന്ന സ്ഥലത്ത് കുറച്ച് അധികം തിരക്കുണ്ടായിരുന്നു. നമ്മൾ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ കാണിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് വേറൊരു സെക്ഷനിലാണ്. അങ്ങനെ പേയ്മെൻറ്റൊക്കെ കഴിഞ്ഞ് എക്സ്റേ ഒക്കെ എടുത്ത് ഡോക്ടറിനെ കാണിച്ചപ്പം അൽഹംദുലില്ലാ വലിയ കുഴപ്പമില്ല. കുറച്ച് ടാബ്ലറ്റ്സൊക്കെ എഴുതി തന്നു. അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ നൈറ്റ് ആയപ്പോഴത്തേനും കസർലബാനിലോട്ടാണ് പോയത്, കഴക്കൂട്ടത്തുള്ളത്. ഇക്കാടെ അനിയത്തി എറണാകുളത്ത് നിന്ന് ലീവിന് വന്നിട്ടുണ്ട്. അവൾ അവിടെ ട്രെയിനിങ്ങിന് നിൽക്കുവാണ്, ഷെഫിന് വേണ്ടി ട്രെയിനിങ്ങിന് നിൽക്കുവാണ്. അപ്പം ഈ കസർലബാനിൽ അവൾക്ക് വേണ്ടിയും അലിക്ക് വേണ്ടിയും മെയിനായിട്ട് വന്നേ. എനിക്കും ഇക്കാക്കും ഇക്കാടെ ബ്രദറിനും ഇത് ഭയങ്കര താല്പര്യമുള്ള സംഭവമല്ല. അപ്പം 2 ഫ്ലേവർ എന്താ വാങ്ങിച്ചത്. ഒന്ന് പിസ്താഷ്യോയുടെയും മറ്റേത് ന്യൂട്ടല്ലയുടേത് എന്തോ ആണ്. ഞങ്ങൾ ഓരോ സ്കൂപ്പ് എടുത്ത് ടേസ്റ്റ് നോക്കിയിട്ട് അവരുടെ 2 പേരുടെ കയ്യിൽ തന്നെയാണ് കൊടുത്തത്. അങ്ങനെ മാമിയും അലിയും കൂടെ ഒരു യുദ്ധമൊക്കെ ആയിരുന്നു. അലിയാണെങ്കിൽ അതിൽ ചോക്ലേറ്റും കാര്യങ്ങളും തീരുന്നത് വരെ അവൾക്ക് കൊടുക്കുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഓരോ ചായ കുടിക്കാനായിട്ട് പോയി. എനിക്ക് ബൂസ്റ്റാണ് കൂടുതലിഷ്ടം. അപ്പം എനിക്കൊരു ബൂസ്റ്റും ഇക്കായും ഇക്കാടെ അനിയനും ഓരോ ചായയും പറഞ്ഞു. അപ്പം അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് പോയത്.